നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. നോക്കിയയുടെ 2.3 എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോണാണ് നമ്മൾ ഇന്ന് ചാനലിൽ അൺബോക്സ് ചെയ്യുന്നത്. നമുക്ക് ഈ ബോക്സ് ഒന്ന് നോക്കാം. ഇവിടെ മുമ്പിൽ തന്നെ നോക്കിയ എന്ന് വലിയ ഒരു ബ്രാൻഡിങ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ പുറകിലായിട്ട് രണ്ട് കൈകൾ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന ഐക്കോണിക് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ അവിടെ ഒരു ഇമേജ് നൽകിയിട്ടുണ്ട്. പിന്നെ മുകളിൽ നോക്കുകയാണെങ്കിൽ അപ് ടു 3 years സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് എന്നൊരു ബാഡ്ജ് നൽകിയിട്ടുണ്ട്. ഇത് Android 1 ഡിവൈസ് ആണ്. അതായത് ഗൂഗിൾ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ബഡ്ജറ്റ് സെഗ്മെൻറ്റിലുള്ള ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ. ഇവിടെ താഴെ ഒരു ആൻഡ്രോയിഡിൻ്റെ ലോഗോയും ഉണ്ട്. നോക്കിയ 2.3 എന്നും നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ബോക്സിൻ്റെ പുറകെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡിവൈസിൻ്റെ ഇമേജ് നൽകിയിട്ടുണ്ട്. ഈ സൈഡിൽ ഇതിൻ്റെ ഹൈലൈറ്റ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. 6.2 inch HD+ ഡിസ്പ്ലേ ആണ് ഇതിലുള്ളത്. പിന്നെ ഒരു ഡെഡിക്കേറ്റഡ് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ബട്ടൺ ഉണ്ട്. പുറകിൽ ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 13 MP സെൻസറും ഉണ്ട്, ഒരു 2 MP സെൻസറും ഉണ്ട്. ഫ്രണ്ടിൽ 5 MP ക്യാമറയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ 4000 mAh ബാറ്ററിയാണ് ഉള്ളത്. അതിൻ്റെ കൂടെ തന്നെ AI എനേബിൾഡ് ആയിട്ടുള്ള അസിസ്റ്റഡ് അഡാപ്റ്റീവ് ബാറ്ററി ടെക്നോളജി എന്നൊരു സംഭവമാണ് ഇവർ ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ യൂസേജിനനുസരിച്ച് ബാറ്ററി യൂസേജിനെ അഡ്ജസ്റ്റ് ചെയ്ത് 2 days ബാറ്ററി ബാക്കപ്പ് നൽകുമെന്നാണ് നോക്കിയ അവകാശപ്പെടുന്നത്. അതെന്തായാലും നമുക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ട് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. പിന്നെ 2GB RAM 32GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ആണുള്ളത്. പിന്നെ ഇതുകൂടാതെ ഫേസ് അൺലോക്കും ഉണ്ട്. താഴെ നോക്കുകയാണെങ്കിൽ Android 1 ബ്രാൻഡിങ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ താഴെയാണ് പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഈ സ്മാർട്ട് ഫോണിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പ്യുവർ ആൻഡ്രോയിഡ് ആണ് എന്നുള്ളതാണ്. ഇതിൽ Android 9 Pie ആണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. അതിൽ ബ്ലോഡ്വെയർസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളിപ്പോൾ മിക്ക ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ഡിവൈസസ് പർച്ചേസ് ചെയ്താലോ അതിനകത്ത് പരസ്യങ്ങളും കുറേ ഇൻബിൽറ്റ് ആപ്ലിക്കേഷൻസൊക്കെ വരാറുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഡിവൈസിൽ ഉണ്ടാകത്തില്ല. ഇത് നല്ല പ്യുവർ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് നമുക്ക് നൽകുന്നത്. അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഒന്ന് പൊട്ടിച്ച് നോക്കാം, എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്ന് നമുക്കൊന്ന് കണ്ടറിയാം. ഇപ്പോൾ ഈ ഡിവൈസ് 3 കളറുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സയാൻ ഗ്രീൻ എന്ന് പറഞ്ഞൊരു കളറുണ്ട്, പിന്നെ സാൻഡ് എന്ന് പറയുന്നൊരു കളറുണ്ട്. ഇത് കൂടാതെ ചാർക്കോൾ എന്ന് പറയുന്ന മറ്റൊരു കളറും കൂടിയുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ബോക്സ്. അപ്പോൾ ഇത് തുറന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിൽ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺ കാണാം. അതൊരു പ്ലാസ്റ്റിക് റാപ്പറിൽ ഇട്ടിരിക്കുകയാണ്. ഇത് ജസ്റ്റ് ഒന്ന് അതെടുത്ത് നോക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഡിവൈസ് ചാർക്കോൾ ഫിനിഷാണ്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല. നമ്മൾ സാധാരണ സ്മാർട്ട് ഫോൺ അൺബോക്സിങ്ങിൽ കിട്ടുന്ന ഒരു ഗ്ലോസി ഫീലല്ല, ഒരു മാറ്റ് ഫിനിഷാണ് ഇതിൽ അവർ നൽകിയിരിക്കുന്നത്. ചാർക്കോൾ കളർ, അതായത് ഇവിടെ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ നിന്ന് വന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത്. ഇവിടെ ഒരു നോക്കിയ ബ്രാൻഡിങ് നൽകിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ക്യാമറ സെറ്റപ്പ് കാണാം. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡിസൈൻഡ് ബൈ HMD ഗ്ലോബൽ എന്നെഴുതിയിട്ടുണ്ട്. പിന്നെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഡെഡിക്കേറ്റഡ് അസിസ്റ്റൻറ്റ് ബട്ടൺ ആണുള്ളത്. അത് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റിനെ വയ്ക്കുക. ഇവിടെ സിം ട്രേ കാണാം. പിന്നെ മുകളിൽ നോക്കുകയാണെങ്കിൽ ഒരു ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. സൈഡിൽ വോളിയം കൺട്രോൾസ് ഉണ്ട്, പവർ ബട്ടൺ ഉണ്ട്. താഴെ നോക്കുകയാണെങ്കിൽ ഒരു മൈക്രോ USB പോർട്ടാണ് നൽകിയിരിക്കുന്നത്. സ്പീക്കർ ഗ്രില്ലുണ്ട്, മൈക്രോഫോണും ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നോക്കിയയുടെ ഒരു ബ്രാൻഡിങ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇൻ ഹാൻഡ് ഫീല് വളരെ മികച്ചതെന്ന് തന്നെ പറയാം. ഒരു പ്രീമിയം ഡിവൈസ് ഹോൾഡ് ചെയ്യുന്ന ഒരു ഫീൽ ഈ ഡിവൈസ് തരുന്നുണ്ട്. ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിലെ ഫോണാണെന്ന് ഒരിക്കലും പറയില്ല. നോക്കിയയുടെ ഫോൺസിന് അല്ലെങ്കിലും ഉള്ളൊരു പ്രത്യേകതയാണ് അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്. വളരെ മികച്ച ബിൽഡ് ക്വാളിറ്റിയിലായിരിക്കും നോക്കിയ അവരുടെ ഡിവൈസസ് പുറത്തിറങ്ങുന്നത്. ഓക്കെ, നമുക്ക് ഈ ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. ഞാൻ നോക്കിയ ലോഗോയെ പ്രതീക്ഷിച്ചു, പക്ഷേ Android 1 ലോഗോ ആദ്യമായിട്ട് കാണുന്നത്. നമുക്ക് നോക്കാം വേറെ ബൂട്ട് ആനിമേഷൻ വല്ലതും ഉണ്ടോയെന്ന്. ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പം ഡിസ്പ്ലേ കണ്ടിട്ട് അത്യാവശ്യം കുഴപ്പമില്ല എന്നേ തോന്നുള്ളൂ. ഇവിടെ അത്യാവശ്യം ബെസൽസ് ഉണ്ട് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, ഇതിവിടെ ഇരിക്കട്ടെ, ഏതായാലും ബൂട്ടാകട്ടെ. നമുക്ക് ബോക്സിൽ വേറെ എന്തൊക്കെ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സിം ഇജക്ടർ പിന്ന് കാണാം. അത് വെച്ചേക്കുന്ന ഒരു വെറൈറ്റി സ്റ്റൈലാണ് കേട്ടോ. സാധാരണ നമ്മുടെ പ്രോഡക്റ്റ് ബോക്സിലെ പോലെയൊന്നുമല്ല. ആ മ്യൂസിക് ഇപ്പോഴും കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നും. കാരണം കുറേ മെമ്മറീസ് ഉണ്ട് നോക്കിയയുടെ ട്യൂണിന്. ഓക്കെ, ഫോൺ ബൂട്ടായി, അതവിടെ നിൽക്കട്ടെ. നമുക്കിപ്പം ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഒരു സിം ഇജക്ടറുണ്ട്, പിന്നെ ഒരു യൂസർ മാനുവലുണ്ട്, പിന്നെ ഒരു പ്രൊഡക്റ്റ് സേഫ്റ്റി ഗൈഡാണ് നൽകിയിരിക്കുന്നത്. അതുകൂടാതെ പിന്നെ ഈ ബോക്സിലുള്ളത് ചാർജറും ഒരു USB കേബിളുമാണ്. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സാണ് ബോക്സിലുള്ളത്. ചാർജറിൻ്റെ റേറ്റിംഗ് നമുക്ക് നോക്കാം. ഇതൊരു 5V 1A ചാർജറാണ്. സാധാരണ സ്റ്റാൻഡേർഡ് ചാർജിങ് ആണ്, ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് അല്ല. പിന്നെ ഇതിൻ്റെ കൂടെ നൽകിയിരിക്കുന്നത് ഒരു മൈക്രോ USB കേബിളാണ്. ഇത്രയും സംഭവങ്ങളാണ് ബോക്സിലുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ ചെക്ക് ചെയ്യാം.
ഈ ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 153 ഗ്രാമാണ്. ഡെഡിക്കേറ്റഡ് സിം കാർഡ് സ്ലോട്ടാണ് ഇതിലുള്ളത്. നിങ്ങൾക്ക് ഒരേ സമയം 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ ഡിവൈസിൻ്റെ CPU നോക്കുകയാണെങ്കിൽ MediaTek Helio A22 ചിപ്സെറ്റാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ക്വാഡ് കോർ CPU ആണ്. ഇതിൽ 4 A53 കോഴ്സ് ആണുള്ളത്. 2 GHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ്. 2 GB RAM 32 GB ROM ഉള്ള വേരിയൻ്റ് ആണ് ഉള്ളത്. ഇതിൽ 400 GB വരെ മൈക്രോ SD കാർഡ് സപ്പോർട്ട് ചെയ്യും. ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.2 ഇഞ്ച് HD+ ഡിസ്പ്ലേ ആണ്. 19:9 ആണ് സ്ക്രീനിൻ്റെ ആസ്പെക്ട് റേഷ്യോ വരുന്നത്. 1520x720 പിക്സൽസ് ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു സെൽഫി നോച്ച് ഡിസ്പ്ലേ ആണ് ഇവർ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ മെയിൻ ക്യാമറ 13 MP ആണ്. f2.2 ആണ് അപ്പർച്ചർ വാല്യൂ. പിന്നെ ഒരു 2 MP ഡെപ്ത് സെൻസിങ് ക്യാമറ ആണ് നൽകിയിരിക്കുന്നത്. LED ഫ്ലാഷ് അവൈലബിൾ ആണ്. ഫ്രണ്ട് ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 5 MP f2.4 വാല്യൂ ഉള്ള ഒരു ക്യാമറയാണ്. ബാറ്ററി നോക്കുകയാണെങ്കിൽ 4000 mAh നോൺ റിമൂവബിൾ ആയിട്ടുള്ള ബാറ്ററിയാണ്. പിന്നെ ഈ ഡിവൈസിൽ OTGയും സപ്പോർട്ടഡ് ആണ്. ഇനി നമുക്ക് ഫോൺ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഈ ഡിവൈസിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. വളരെ നീറ്റ് ആയിട്ടുള്ളൊരു സെറ്റപ്പാണ്. സൈഡിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ നൗ വിഡ്ജറ്റ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മുകളിലോട്ട് സ്വൈപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് ആപ്പ് ഡ്രോയർ വരുന്നത്. അപ്പോൾ ഇതിൽ വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ആപ്സുകളും. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്മാർട്ട് ഫോൺ മേടിക്കുമ്പോഴത്തേക്ക് അതിൽ ഇഷ്ടം പോലെ ബ്ലോട്ട്വെയർസ് കാണാറുണ്ട്. ഇതിലതൊന്നുമില്ല. നല്ല ഫ്രഷ് ഫീലാണ് ഈ ഡിവൈസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ സെറ്റിങ്സ് ഒന്ന് എടുത്ത് നോക്കാം. ഇത് ഏത് ആൻഡ്രോയിഡ് വേർഷനാണ് ഇപ്പോൾ റൺ ചെയ്യുന്നതെന്ന്. ഇപ്പോൾ നിലവിൽ Android 9 ആണ് ഇതിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 വർഷത്തേക്കുള്ള അപ്ഡേറ്റ്സ് എല്ലാം ഗ്യാരണ്ടീഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ താഴത്തെ കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ ഒരു ജസ്റ്റ് ബേസ്ഡ് ചെയ്തിട്ടുള്ള കൺട്രോൾസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആപ്പൊക്കെ ഇങ്ങനെ സ്വിച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് Nokia 2.3 എന്ന ഡിവൈസിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. എന്തായാലും ഞാൻ ഈ ഡിവൈസ് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഇൻ ഡെപ്ത് റിവ്യൂ നിങ്ങളുമായിട്ട് തീർച്ചയായും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. മലയാളം ടെക്കിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഇതുപോലെ ധാരാളം ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ ചാനൽ തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് മലയാളം ടെക്കിൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ വീണ്ടും ഒരു ഉഗ്രൻ ടെക്നോളജി വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.